പ്രൈസ് ദി ലോർഡ്. റഹബോത്ത് പ്രെയർ ഫെലോഷിപ്പിലുള്ള എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് പകൽക്കാലം ദൈവമക്കളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ചിന്താവിഷയം യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം. നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിൽമേൽ പടരും. എല്ലാവർക്കും വളരെ പരിചയമായൊരു വ്യക്തിയാണ് യോസേഫ്. യോസേഫ് കണ്ട ഒരു ദർശന നിമിത്തം യോസേഫിന് അവൻ പോയ അവൻ്റെ മതിലുകൾ, എന്നെ ചിന്തിപ്പിച്ച ഓരോ വിഷയങ്ങൾ, ആദ്യമായിട്ട് അവൻ്റെ സഹോദരന്മാർ അവൻ കണ്ട ഒരു ദർശനത്തിൻ്റെ ആഴം മനസ്സിലാക്കി അതിൽ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി അവനെ ആദ്യമായി ഒരു മതിൽ അവന് വേണ്ടി അവൻ്റെ ജീവിതത്തിൽ വന്നത് ഒരു പൊട്ടക്കിണറായിരുന്നു. നമുക്കറിയാം, ഒരു മതിലെന്ന് പറയുന്നത് ഒരു ബൗണ്ടറിയാണ്. അതിൻ്റെ അങ്ങേപ്പുറത്ത് ഇനി വേറൊന്നില്ല. അതാണ് ഒരു മതിൽ നമ്മളെ വ്യക്തമായി മനസ്സിലാക്കുന്നത്. അപ്പം സഹോദരന്മാർക്കറിയാം, അവൻ്റെ ദർശന നിമിത്തം അവൻ പോകുന്ന പോക്ക് എവിടെ എത്തിച്ചേരും എന്നുള്ളത് അത് മനസ്സിലാക്കി അതിന് ഒരു അവസരം ഉണ്ടാകരുതെന്ന് വിചാരിച്ചാണ് അവനെ പൊട്ടക്കിണറ്റിലിടുവാനിടയായി തീർന്നത്. എന്നിട്ട് ദുഷ്ടമൃഗം അവനെ കടിച്ചു കീറി കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് അവൻ്റെ വസ്ത്രമൂരിയെടുത്ത് ചോരയ്ക്കകത്ത് മുക്കി അവൻ്റെ കണ്ണ് കാണാതെ വാർദ്ധക്യത്തിലായിരിക്കുന്ന അവൻ്റെ പിതാവിനെ പോയി പറ്റിച്ചു. അവൻ്റെ മകൻ നശിച്ചുപോയി എന്ന് പറഞ്ഞ് തൻ്റെ പിതാവിനെ ധരിപ്പിക്കുവാനിടയായിത്തീർന്നു. എങ്കിൽ അവിടെയൊന്നും യോസേഫ് പ്രതികരിക്കുവാനിടയായില്ല. ആ പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോഴും ഒരു ദർശനമുണ്ടായിരുന്ന യോസേഫ്, ഒരു വാഗ്ദത്തമുണ്ടായിരുന്ന യോസേഫ്, വിളിയുണ്ടായിരുന്നവൻ, തെരഞ്ഞെടുപ്പുണ്ടായിരുന്നവൻ, വാഗ്ദത്തത്തിൽ എത്തിച്ചേരുവാനുണ്ടായിരുന്ന യോസേഫിൻ്റെ ആ യാത്രയെ ഒരിക്കലും മുടക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല. ആ പൊട്ടക്കിണറ്റിന് അവനെ ഒതുക്കി കളയുവാൻ കഴിഞ്ഞില്ല. ഏത് വ്യക്തികൾ അവനെ അതിൻ്റെ അകത്തിട്ടോ അതേ സഹോദരന്മാരുടെ സ്വസ്ഥത ദൈവം കെടുത്തി. അതേ കരങ്ങൾ കൊണ്ട് ആ പൊട്ടക്കിണറ്റിൽ നിന്ന് അവനെ എടുക്കുവാൻ അവരിൽ വേറൊരു പ്ലാൻ ഉണ്ടായി. അവൻ അതിൻ്റെ അകത്ത് കടന്ന് അവനില്ലാതെയായി തീരാത്ത വണ്ണം ദൈവം അവരുടെ സ്വസ്ഥതയെ കെടുത്തി. അവനെ പൊട്ടക്കിണറ്റിൽ നിന്ന് പിറ്റേ ദിവസം വലിച്ചെടുത്തു. പിന്നീട് അടുത്തൊരു മതിലിലേക്ക് അവൻ പോവുകയാണ്. വേറൊരു ദേശത്തേക്ക് അവനെ വിറ്റ് കളയുക, അടിമച്ചന്തക്കാർക്ക് അവനെ വിറ്റ് കളയുവാനിടയായി തീർന്നു. അവിടെ അവന് വസ്ത്രമില്ലാതെ അവനിട്ടിരുന്ന അവൻ്റെ ഷർട്ട്, മേൽവസ്ത്രമൊക്കെ ഉരിഞ്ഞു കളഞ്ഞ് അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവനെ ചന്തക്കാർക്ക് വിറ്റ് കളയുന്നത്. അങ്ങനെ അവൻ കടന്നു പോവുള്ളൂ. യോസേഫ് അറിഞ്ഞില്ല. ഇന്ന് അവൻ ഈ വസ്ത്രമില്ലാത്തവനായി ഒരു പൊട്ടക്കിണറ്റിൻ്റെ അവസ്ഥയിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ട് നിന്നപ്പോഴും സ്വർഗത്തിലെ ദൈവം ഒരു മന്ത്രിസ്ഥാനത്തിൽ ഇരിക്കുവാനുള്ള ഒരു വസ്ത്രം അവന് വേണ്ടി ഒരുക്കുന്നുണ്ടെന്നുള്ളത് ഒരിക്കലും യോസേഫ് ആവട്ടെ അല്ല അവൻ്റെ സഹോദരന്മാരായിട്ട് അത് അറിഞ്ഞിട്ടില്ലായിരുന്നു. അതാണ് ദൈവം ദൈവം ഒരു വാഗ്ദത്തത്തിൽ എത്തിക്കുവാൻ, നമുക്ക് വേണ്ടി ഒരു പദവി നമ്മൾക്ക് തരുവാൻ കർത്താവ് നമ്മളിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, ഒരിക്കൽ പോലും ഒരു വ്യക്തികൾക്ക് പോലും അതിൽ നിന്ന് ഒരു ശത്രുവിനും ആ ഗോള് ഇല്ലെങ്കിൽ ആ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നതിനെ തടയുവാൻ ഒരു വ്യക്തികൾക്കും സാധ്യമല്ല. ദൈവം അതിന് അനുവദിക്കത്തില്ല. അവൻ അവിടെ നിന്ന് അടിമച്ചന്തക്കാർക്ക് വിറ്റുകളഞ്ഞ അവിടെ നിന്ന് പിന്നീട് അടുത്തൊരു മതിലായ ഫൊത്തിഫേറിൻ്റെ അവളുടെ ഒരു അപരാധം, അവനെപ്പറ്റി അവൾ ആഗ്രഹിച്ച ഒരു രീതിയിലേക്ക് വിശുദ്ധിക്കും വേർപാടിനും നിന്ന യോസേഫ് തയ്യാറാകാഞ്ഞത് നിമിത്തം അവനെപ്പറ്റി നിരൂപിച്ച ആ നിരൂപണകൾ വീണ്ടും അവനെ ഒരു കാരാഗ്രഹത്തിലേക്ക് അടച്ചിടുവാനിടയായി തീർന്നു. എങ്കിൽ ദൈവമക്കളെ, ഈ സ്ഥാനത്തൊക്കെയും അവൻ ഒറ്റയ്ക്കായിരുന്നു. ഒറ്റപ്പെടേണ്ട ആ ഒരു സ്ഥാനത്തിൽ കൂടെ അവൻ കടന്നുപോയപ്പോഴും വാഗ്ദത്തം ഹബക്കുക്കിൻ്റെ പ്രവാചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് താമസിക്കുകയല്ല, വൈകിയാലും വരും നിശ്ചയം. എങ്കിൽ അതിനായി കാത്തിരിക്കുക.
ഈ യോസേഫ് ഈ ദർശനം അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് നിമിത്തം ഒരിടത്തും യാതൊന്നിനും അവനെ ഉപദ്രവിച്ച സഹോദരങ്ങളോടോ ഇല്ലെങ്കിൽ ആരോടും അവനൊന്നും പറയുവാനോ അവർക്ക് വേണ്ടി ഒന്നും പ്രതികരിക്കുവാൻ ഇടയായി തീർന്നില്ല. എങ്കിൽ ആ സ്ഥാനത്തൊക്കെയും ഒറ്റയ്ക്ക് കടന്നുപോയപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം ആ യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം ആഗ്രഹിച്ച ഒരു സ്ഥാനത്ത് അവൻ എത്തിച്ചേരുന്നിടം വരെ ഒരു പ്രതികൂലങ്ങൾക്കോ ഒരു പ്രതിസന്ധികൾക്കോ ഒരു സാഹചര്യങ്ങൾക്കോ അവനെ ഇല്ലാതെയാക്കുവാൻ കഴിഞ്ഞില്ല. വീണ്ടും അവൻ കണ്ട ആ ഒരു സ്വപ്നം, 11 കറ്റകളും എഴുന്നേറ്റ് നിന്ന് അവനെ നമസ്കരിക്കുന്നെന്ന് കണ്ട ആ ഒരു സ്വപ്നത്തിൽ എത്തിച്ചേരും വരെ അവൻ്റെ ആ പ്രോസസ്സിങ് വളരെ കഷ്ടതകളും പ്രതികൂലങ്ങളും പ്രയാസങ്ങൾ കൂടെ കടന്നുപോയെങ്കിലും ആ ഒരു മന്ത്രിസ്ഥാനത്ത് അവൻ എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ ദൈവം അവനെ സഹായിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല സാഹചര്യങ്ങൾ നമ്മളെ ലോൺലിനെസ് ഇല്ലെങ്കിൽ ആരും നമ്മളുടെ കൂടെയില്ല, സാഹചര്യങ്ങളെല്ലാം നമ്മൾക്ക് പ്രതികൂലമാണ് എന്ന് നമ്മൾ കരുതുമ്പോഴും നമ്മൾ വിചാരിക്കുക, എന്നെപ്പറ്റി നിങ്ങളെ ഓരോരുത്തരെ പറ്റിയും ദൈവത്തിനൊരു ഉദ്ദേശം, ദൈവത്തിനൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. അവിടെ നിങ്ങൾ പതറിപ്പോകാതെ ഏത് സ്ഥാനത്തും ദൈവത്തെ മുറുകെ പിടിച്ച് ചില സാഹചര്യങ്ങൾ യോസേഫ് അവിടെ ഒറ്റയ്ക്ക് നിന്നെങ്കിൽ ആ വാക്യത്തിൻ്റെ അവസാനം പറയുന്നു, മതിലിന്മേൽ അതിൻ്റെ കൊമ്പുകൾ മതിൽമേൽ പടർന്നു. ഇന്ന് നമ്മളുടെ സാഹചര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കാം, എങ്കിൽ ഒരു ദിവസം ദൈവം ഉദ്ദേശിക്കുന്ന ആ സമയത്ത് നമ്മളുടെ കൊമ്പുകൾ ആ മതിൽമേൽ പടരും. ദൈവമക്കളെ, അതിൻ്റെ ശിഖരങ്ങളിൽ അതിൻ്റെ ശാഖകളിൽ ഇപ്പോൾ ഒരു മതിലിൻ്റെ മേൽ ഒരു വൃക്ഷം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ അനേക കിളികൾ പക്ഷികളൊക്കെ വന്ന് അതിൻ്റെ അകത്ത് ആശ്രയം പ്രാപിക്കുന്നത് പോലെ ഒരു കാലത്ത് നമ്മൾ ഒറ്റപ്പെട്ടാണ് ആയിരിക്കുന്നെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന ആ സമയത്ത് നമ്മൾ മതിൽമേൽ പടരുമ്പോൾ നമ്മുടെ കരം, നമ്മുടെ ജീവിതം അനേകർക്കൊരു സഹായമായി തീരും, അനേകർക്കൊരു ആശ്വാസമാക്കി തീർക്കും. നമുക്കൊന്ന് വിശ്വസിക്കുവാൻ കഴിയുമോ? നമ്മുടെ ദർശനത്തിൽ നമ്മളെ ദൈവം എത്തിച്ചേർക്കും. ഒരു വ്യക്തികൾക്കോ ഒരു സാഹചര്യങ്ങൾക്കോ ഒരു പ്രതികൂലങ്ങൾക്കോ ഒരു ശത്രുവിനോ അതിനെ തടയുവാനോ അതിനെ ഇല്ലാതെയാക്കുവാനോ കഴിയുകയില്ല. ആകയാൽ ഈ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുക, ആശ്രയിക്കുക. ദൈവം നമ്മുടെ ദർശനത്തിൽ എത്തിച്ചേരും വരെയും ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ ശ്രേഷ്ഠമേറിയ നിലയിൽ എത്തിക്കും. അതുപോലെ തന്നെ ഈ മരുഭൂമി യാത്രയിൽ എന്തെല്ലാം പ്രതികൂലങ്ങളിൽ കൂടെ നമ്മൾ കടന്നുപോയെങ്കിലും ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ നിത്യത എന്ന ഒരു ദർശനം അവിടെ എത്തിച്ചേരുമിടം വരെയും യാതൊരു പ്രതികൂലങ്ങളും നമ്മൾ തളർന്നു പോകാതെ വണ്ണം കർത്താവിനെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ മുഖത്തോട്ട് നോക്കി നിരാശപ്പെടാതെ ആ നിത്യതയിലെത്തി കർത്താവിനോടുകൂടെ സന്തോഷിക്കും കാലം വരെ യേശുവിനെ മുറുകെ പിടിച്ച് അവൻ്റെ പാതയെ നമ്മൾക്ക് പിന്തുടരാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.